ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് 2 ഫംഗ്ഷൻ നമ്മുടെ കുടുംബത്തിൽ നടക്കാൻ പോവുക. ഒന്ന് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ്, പിന്നെ എൻ്റെ ഒരു കസിൻ്റെ ഹൗസ് വാമിങ്. അപ്പം ഇത് രണ്ടും ഒരേ ദിവസമായിപ്പോയി. അപ്പം രാവിലെ നമ്മൾ എൻഗേജ്മെൻറ്റിന് പോയിട്ട് വൈകിട്ട് ഹൗസ് വാമിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഇത് രണ്ടുപേരും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റും എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ മോളുടെ പാലുകാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഒന്ന് ചെറുതായിട്ട് മാറ്റിയതാണ്. 30-ാം തീയതി നടക്കേണ്ട എൻഗേജ്മെൻറ്റ് 5-ാം തീയതി ആക്കിയത് കേട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ അവൈലബിലിറ്റി ഇല്ലാഞ്ഞതുകൊണ്ട്. അപ്പം രണ്ടുപേരും അറിഞ്ഞില്ല, ഒരേ ദിവസമാണ്, പിന്നാണ് അറിഞ്ഞത്. അപ്പം പിന്നെ മാറ്റിയില്ല, കുഴപ്പമില്ലെന്ന് വിചാരിച്ചു അങ്ങനെ. അപ്പം ഞാൻ റെഡി ആവാൻ പോകും കേട്ടോ. ഞാൻ ജസ്റ്റ് മേലൊക്കെ ഇന്നലെ ഞാൻ മുടി ഒന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്ത്, ഷാമ്പൂ ഇതൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടാണ് കിടന്നത്. പിന്നെ ഒന്നുകൂടെ സ്ട്രൈറ്റ് ആണ്, കാരണം എൻ്റെ ഇവിടെ എല്ലാം മുടി എൻ്റെ പഴയ നോർമൽ ഹെയർ കിളിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വലിയൊരു ഫങ്ഷനായിട്ടല്ല, റിംഗ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എന്തോ കാലം കൈമാറുന്നു, അല്ലല്ലോ കുറിയോ ഏതാണ്ട് കൈമാറുന്നു, ഏതാണ്ട് സാധനം കൈമാറുന്നു, അതേ ഉള്ളൂ. അതെന്തോന്ന് എനിക്കറിയത്തില്ല സംഭവം. എൻ്റെയും ഏതാണ്ട് കൈമാറിയെന്ന് തോന്നുന്നു. അത് ഞാൻ എൻ്റെ കല്യാണത്തിൽ എൻഗേജ്മെൻറ്റ് ഫോട്ടോ വന്നപ്പോഴാട്ടോ ഞാൻ ആ സംഭവമൊക്കെ കണ്ടത്. എന്തോ ഒരു കുറികൾ എന്തോ കൈമാറുന്ന ആ ഒരു ചടങ്ങേ ഉള്ളൂ. പക്ഷെ കുറച്ച് ആളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിന്ന് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാനൊരു നോർമലൊരു ചുരിദാറാട്ടോ ഇടുന്നത്, ഒരു മെറൂൺ കളർ. അപ്പം ഞാൻ വിചാരിച്ചു മേക്കപ്പ് ലൈറ്റ് എന്നൊക്കെ ഉദ്ദേശിച്ചു. ഇനി ഇട്ട് വരുമ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, കോളം ആവുമെന്നൊന്നും അറിയത്തില്ല. ഒരുമാതിരി കോലമായി ഞാൻ. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ചേച്ചിയും മക്കളൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം നമുക്ക് വേഗം റെഡി ആവാം. ഇപ്പം തന്നെ സമയം 9 മണിയായി. 10:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് ഞാൻ നിരത്തിയിട്ടിട്ടുണ്ട്, അല്ലെ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ മേക്കപ്പ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് മേക്കപ്പ് ഒരുങ്ങിയിട്ട് കാണിക്കാം കേട്ടോ. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇതാട്ടോ. ഡ്രസ്സൊക്കെ വരുന്നത് നോർമൽ ഒരു സ്യൂട്ട് ഇത്രേ ഉള്ളൂ. ഇതിൽ ഞാൻ ചെറിയ സ്റ്റോൺസ് ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കാണാനൊന്നുമില്ല. ഇതേ കളറിൽ തന്നെ ചെറിയ സ്റ്റോൺസ് ഞാനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഇതാണ് ഷോള് വരുന്നത്, ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. ദുപ്പട്ടയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ വരുന്ന ഒതുങ്ങുന്ന ദുപ്പട്ട. പിന്നെ ഒരു പാൻറ്, ഇതാ പാൻറ്, ഇലാസ്റ്റിക് വരുന്ന പാൻറ്. ഇത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ. അമ്മൂട്ടി ഞാൻ വ്ലോഗ് എടുക്കട്ടെ എന്നിട്ടേ ഉള്ളൂ. അയ്യോ നിങ്ങൾ ഇന്നോ, ഞാൻ അവളോട് കൈ മാറ്റാനായിരുന്നു. ഓ ഇതാണ് പെണ്ണ്, ഇത് പെണ്ണിൻ്റെ അമ്മായി, ഇത് പെണ്ണിൻ്റെ നാത്തൂൻ്റെ അമ്മ, ഇതെൻ്റെ നാത്തൂൻ, ഇതെൻ്റെ ഒരേ ഒരു സന്തതി. പിന്നെ ഇതാരെൻ്റെ, ഇത് പെണ്ണിൻ്റെ അമ്മ, അത് കുഞ്ഞമ്മ, ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ചിറ്റ. വ്ളോഗ് ഇപ്പം എടുക്കാം. സുജാമ എപ്പോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും? 2 ദിവസമുള്ളിൽ വരും. ഈ ചെറുക്കൻ കൂട്ടരൊന്നുമില്ല, എല്ലാം ഒരു കൂട്ടർ. ചെറുക്കനും പെണ്ണൊക്കെ ഒരു കൂട്ടർ തന്നെ. നിഷ കുഞ്ഞമ്മ ഇവിടെ ഇല്ല. ചെറുക്കൻ കൂട്ടരും പെണ്ണോട്ടും മിക്സ് ആരാന്ന് അറിയത്തില്ല. അങ്ങനെ രണ്ടും ഒരു കൂട്ടരൊക്കെ തന്നെ. നീ മാത്രമേ ഉള്ളോ? ഇവളെ യൂട്യൂബറാ. ഇവളും എല്ലാരും. നിനക്ക് വീഡിയോഗ്രാഫർ ഇല്ലയോ? അപ്പൊ ഞാനായിരിക്കും ഇന്നത്തെ വീഡിയോഗ്രാഫർ. എന്നിട്ട് പോട്ടെ, ഇറക്കാം, നോക്കാം, ഇറക്കാം. വിളിച്ചില്ലെന്നോ എനിക്കറിയാം.
ഞങ്ങള് മരുന്നുണ്ട് പോവാണേ പിള്ളേര്. ഓ ഇതിനൊക്കെ ചവിട്ടി ഇറങ്ങുന്നു. ചെറുക്കനും പെണ്ണ ഒരുമിച്ചാണോ ഓടിച്ചേർന്നത്? അതെ, നീ എടുക്കോ വീഡിയോ എല്ലാം? നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ തിങ്കളാഴ്ച ബാങ്കിൽ അതൊക്കെ എടുക്കുന്നുണ്ട്. മുന്നോട്ട് നീങ്ങിക്കും. വിളിക്കാം. നീ പുരുഷനായോടാ ഇപ്പം? പണ്ടൊരു കുട്ടിത്തുണ്ട്, ഇപ്പൊ മീശയൊക്കെ ഇപ്പൊ ഒരു പോലീസ് ലുക്ക്. അവനെ ഉണ്ണി പോലീസ് ലുക്ക്. അതൊക്കെ ഉണ്ട്, അതിനാ എടുക്കുന്നത്. ഹലോ, എല്ലാ പിള്ളേരെ പറ്റിക്കാനുള്ള സാധനം. ഞാൻ പറഞ്ഞു ഇവിടെല്ലാം സീറ്റ് ഉണ്ട്. നമ്മളെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കസിൻ്റെ പാലുകാച്ചുണ്ട്, അതിനു വേണ്ടി പോവാം. ഞാൻ സെയിം തന്നെ കേട്ടോ വിട്ടത്. അപ്പോൾ നമുക്ക് അതുകൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു, കസിൻ്റെ പാലുകാച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോ വന്നിപ്പുണ്ട്, അപ്പോൾ നമുക്ക് കയറി പോവാം. ആ തള്ളി താഴെയിട്ട്. അയ്യോ, എനിക്ക് പിന്നെ ആളെ ഞാൻ കണ്ടില്ല. അപ്പൻ ഇട്ടാ മതിയെന്ന് നിർത്താനോ പഞ്ചാലിലൊക്കെ കാണുമെന്ന്. നിക്കടി, നമുക്ക് നാണം. ഇത് മാത്രം പിള്ളേർക്ക് വേണ്ടാത്ത ഐസ്ക്രീം. നല്ല സ്ഥലം. അപ്പം എൻഗേജ്മെൻറ്റും പാലുകാഴ്ചയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്തെടുക്കാനൊന്നും പറ്റിയില്ല, വീഡിയോസൊന്നും. അപ്പം എൻ്റെ കയ്യിലുള്ളത് മാത്രം ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിംഗ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നിശ്ചയം പോലെ അങ്ങനെ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ബാക്കിൽ എന്തുമായിരുന്നു വന്നപ്പോഴത്തേക്ക് തന്നെ സംഭവം കഴിഞ്ഞു. അത്ര ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ സെഷനും ഫുഡും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹൗസ് വാമിങ്ങിനും ചേച്ചിക്ക് തിരിച്ച് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ വൈകിട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് തിരിച്ചിങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി മകളും തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ എന്തോ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് വയ്യാത്തൊരു ഇതൊക്കെ കേട്ടോ.
അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം എന്താ ഒരുപാട് സന്തോഷമുള്ള, കാരണം അപ്പോൾ കസിൻ്റെ ആണെങ്കിലും ഞാനും അവളുമായിരുന്നു കുഞ്ഞിലേ തൊട്ട് നല്ല ഫ്രണ്ട്സായിട്ട്. കസിൻസ് ആണെങ്കിലും നമ്മൾ പറയുന്നത് ശരിയല്ല, എന്നാലും നമ്മൾ ഒരു ഫേവറേറ്റ് കസിൻ അങ്ങനെ ഒരാളാണ് അമ്മുവിൻ്റെയും അതുപോലെ അച്ചുവിൻ്റെയും എൻഗേജ്മെൻ്റ് ആണ്. അച്ചുവും നമ്മുടെ അടുത്ത് തന്നെയാണ് വീടല്ല, ദൂരെയൊന്നുമല്ല. അവനെയും കുഞ്ഞിലേ തൊട്ട് നമ്മൾ കാണുന്ന, അതുകൊണ്ട് എൻഗേജ്മെൻറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അങ്ങനെയൊന്നും തോന്നിയില്ല. രണ്ടു കൂട്ടരും നമുക്കറിയാവുന്ന നമ്മുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു. അച്ചും നമ്മുടെ റിലേഷനൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കത് പറയാൻ അറിയത്തില്ല എന്താണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളും അവരുടെ സൈഡിൽ നിന്നുള്ളവരും എല്ലാം കോമൺ ആയിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത അങ്ങനെ ആൾക്കാർ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു ഫാമിലി ഫങ്ഷൻ പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയുള്ളൂ, അല്ലാതെ വേറൊന്നും തോന്നിയില്ല. അപ്പം അങ്ങനെ പിന്നെ മാളു ചേച്ചിയുടെ അവിടുത്തെ പാലുകാഴ്ചയായിരുന്നു. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം എനിക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റുന്നതൊക്കെ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.